കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന നയങ്ങൾക്കൊപ്പം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലൂടെ ശ്രമിക്കുന്നതെന്ന് മുൻ കൃഷിമന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 29ാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെ മതരാഷ്ട്രത്തിന് അനുകൂലമായ ബോധപൂർവമായ ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. ഇതിനെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേവലം അവരുടെ ജോലി നിർവഹിച്ച ശമ്പളം വാങ്ങുക എന്ന് പറയുന്ന ഒരു ക്രമീകരണം മാത്രം. പലപ്പോഴും ഭരണവിരുദ്ധ വികാരം ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് ആ ഗവൺമെന്റിന്റെ ജീവനക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ആ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിൽ ഇപ്പോൾ 10 കൊല്ലമായി LDF ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഈ LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന നിലയിൽ ഞാൻ 2006 MLA ആയിരുന്ന ആളാണ്. 2006-2011 കാലഘട്ടത്തിൽ 11 മുതൽ 16 വരെ MLA ആയിരുന്നു. പിന്നെ 16-21 വരെയും മന്ത്രിയായിട്ട് പ്രവർത്തിച്ചാണ്. 2011-2016 കാലഘട്ടത്തിൽ ഞാൻ പ്രതിപക്ഷത്തിൽ MLA ആയിരുന്ന ആ സമയത്ത് ഞാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങളെന്റെ നിയമസഭാ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുള്ള എൻ്റെ സബ്മിഷൻസ് ആണെങ്കിലും പോളിംഗ് അറ്റൻഷൻസ് ആണെങ്കിലും അടിയന്തര പ്രമേയങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ മിക്കവാറും ഈ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് VK ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അലി കാളിയത്ത് സ്വാഗതം ആശംസിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനദാനം VS സുനിൽകുമാർ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MN വിനോദ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി തൊണ്ടിക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ആശിഷ്, CPI മണ്ഡലം സെക്രട്ടറി M ജയരാജൻ, MD മഹേഷ്, ഷീജ മോഹൻദാസ്, KP നിഷ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK പത്മരാജ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് പൂവാട്ടുമീത്തൽ, CM സുബോധ്, KP മനോജ്, V ദേവൻ എന്നിവർ യാത്രയയപ്പിന് മറുപടി പ്രസംഗം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് വാഴങ്കര സ്വാഗതവും IP രാഗേഷ് നന്ദിയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി VK ശ്രീകാന്തിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി അനൂപ് മാത്യുവിനെയും ട്രഷററായി മുഹമ്മദ് റാഫി തൊണ്ടിക്കലിനെയും തിരഞ്ഞെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. MX ഗ്രൂപ്പിന്റെ 22ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്കായി MWC Max ഒരുക്കുന്ന കിടിലൻ ഓഫർ. നവംബർ 22 മുതൽ 22 ദിവസം MWC Max ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് 22% ഓഫ്. വിവാഹ പാർട്ടികൾക്കിത് സുവർണാവസരം. ലേഡീസ് ജെന്റ്സ് കിഡ്സ് വിഭാഗങ്ങളിൽ കിടിലൻ കളക്ഷനുകൾ. ഈ ഓഫർ നവംബർ 22 മുതൽ 22 ദിവസം മാത്രം. ഉടൻ തന്നെ MWC Max ഷോറൂമുകൾ സന്ദർശിക്കൂ. ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ. 22 വർഷം ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. MWC Max വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കുട്ടനാട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി.